ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ 4 തരത്തിലുള്ള അരപ്പുകൾ ചേർത്ത് മീൻ വറുക്കുന്നതാണ് ചെയ്യുന്നത്. മീൻ വറുക്കുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ ഫിഷ് ആണ്. ഇത് നമ്മുടെ നാട്ടിലെ പച്ച പരവയുടെ ഒരു ഷേപ്പും ഏകദേശം അതുപോലത്തെ ടേസ്റ്റുമാണ്. പക്ഷെ ഈ മീനിന് വളരെ ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്, പ്രത്യേകിച്ച് വറക്കുന്നതിനും പീര വെക്കുന്നതിനും. ഇനി ഞാൻ മീൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ മീനിന്റെ സൈഡ്സിന് വളരെ കട്ടി കുറവായതുകൊണ്ട് ഒരു ചെറിയ സിസേഴ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സൈഡ്സ് ഇങ്ങനെ പുള്ളി ചെയ്തിട്ട് ഇനി ഇതിന്റെ തല കണ്ടിച്ചെടുക്കുന്നതിന് ഞാനൊരു നൈഫ് ഉപയോഗിക്കും. ഞാൻ മീൻ വൃത്തിയായി കഴുകി ഡ്രൈ ആക്കി എടുത്തതാണിത്. ഇതിൽ അരപ്പ് വരട്ടുന്നതിന് മുൻപേ ഇത് ഒന്ന് ഇതുപോലെ വരഞ്ഞ് എടുക്കണം. അത് നന്നായി ഇച്ചിരി ഡീപ്പായിട്ട് ചെയ്യണം, പക്ഷെ അത് മുറിഞ്ഞു പോകരുത്. ഇതുപോലെ ഈ സൈഡും ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണം. മീൻ വറുക്കുന്നതിനുള്ള അരപ്പെടുക്കുകയാണ്. ആദ്യം ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്മച്ചി വീട്ടിൽ മീൻ വറുത്തുകൊണ്ടിരുന്നപ്പോൾ ചേർത്തിരുന്ന ചേരുവകളുള്ള അരപ്പാണ് ഞാൻ എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും കൂടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ ഇത് കൈകൊണ്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. മീനിന് അരപ്പ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതിലും നല്ലത് സ്വല്പം ഇതേമാതിരി പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നതാണ്. അപ്പം നന്നായിട്ട് മീനിന്റെ നമ്മൾ ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിലും അകവശത്തും എല്ലാം നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതേ പരുവത്തിലാണ് ഞാൻ എപ്പോഴും മീനിന് അരപ്പെടുക്കുന്നത്. മീനിന്റെ ഇടയ്ക്കുമൊക്കെ നന്നായിട്ട് അരപ്പ് പുരട്ടി കൊടുക്കണം. മീനിന്റെ ഉൾവശത്തും നമുക്ക് അരപ്പ് സ്വല്പം പുരട്ടാം. ഇത്രയും അരപ്പ് ഇതുപോലെയുള്ള 4 മീനെ നന്നായിട്ട് പുരട്ടാനായിട്ടുണ്ട്. ബാക്കി വരികയാണെങ്കിൽ സാധാരണ ഞാൻ മീൻ അരപ്പ് എടുക്കുമ്പോൾ ബാക്കി വരുമ്പോൾ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. രണ്ടാമത് ഞാൻ എടുക്കുന്ന അരപ്പ് ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി പകുതി കാശ്മീരി ചില്ലിയും പകുതി എരിവുള്ള മുളക് പൊടിയും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി,
1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത്രയും നന്നായിട്ട് കുഴച്ചതിന് ശേഷം വെള്ളം സ്വല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കണം. ഈ പരുവത്തിൽ നമ്മൾ അരപ്പ് കുഴച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് മീനിൽ പുരട്ടാനും എളുപ്പമുണ്ട്. അതുപോലെ നമ്മൾ മീൻ വറുക്കുന്നതിന് മുൻപ് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കുമ്പോൾ ഇത് ഡ്രൈ ആയി പോകത്തുമില്ല. മൂന്നാമതെടുക്കുന്ന അരപ്പില് ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിയില അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ മല്ലിയില പേസ്റ്റ്. ഫ്രഷ് മല്ലിയില പേസ്റ്റ് ആണ്. നന്നായിട്ട് കുഴച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിയില പേസ്റ്റും ഉപയോഗിക്കുന്നത് കൊണ്ട് പുതിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് മീൻ വറക്കുമ്പോൾ നമുക്ക് കിട്ടും. എൻ്റെ 4ാമത്തെ റെസിപ്പി ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ആണ്. സാൽമൺ പോലെയുള്ള മീനിന് വളരെ പറ്റിയതാണ് ഇതിൻ്റെ അരപ്പ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിൾ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് മിക്സ് ചെയ്യുന്നതിന് ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരൂടെ പേസ്റ്റിയാക്കി എടുക്കുകയാണ്. ചിലർ മീനിൽ അരപ്പ് പുരട്ടുമ്പോൾ ഒരുപാട് പുരട്ടാറില്ല, വളരെ ഒരു തിൻ ലെയറെ പിടിപ്പിക്കാറുള്ളൂ. പക്ഷെ ഞാൻ ഇതുപോലെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ മീന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വറക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വറക്കുന്നതെന്ന് കാണിച്ചു തരാം. മീൻ വറക്കാൻ തുടങ്ങുകയാണ്. ഈ പാൻ ചൂടായി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ രുചിയായിരിക്കും. മീൻ വറുക്കാൻ എണ്ണ ഒഴിക്കുമ്പോൾ മീനിന്റെ പകുതി ഭാഗം വരെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. മീൻ ഇട്ടിട്ട് 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടുകയാണ്. എണ്ണയിലേക്ക് ഞാൻ സ്വല്പം കറിവേപ്പില ഇടുകയാണ്. മീനിന് നല്ല ഫ്ലേവർ കിട്ടും. മറിച്ചിട്ടിട്ട് 4 മിനിറ്റായി. മീൻ ഞാനിനി എടുക്കുകയാണ്. മീനിൽ പുരട്ടുന്ന അരപ്പ് ഇതുപോലെ വെള്ളം നീട്ടി ഉപയോഗിക്കുന്നത് കൊണ്ട്
മീൻ വറക്കുമ്പോൾ അതിൻ്റെ അരപ്പ് എണ്ണയിലേക്ക് ഇറങ്ങി മീനിന് ഒന്നും കൂടെ ടേസ്റ്റ് കൊടുക്കും. ബട്ടർ ഫിഷ് മുഴുവൻ വറുത്തു കഴിഞ്ഞു. ഇനി ഞാൻ സാൽമൺ വറുക്കുകയാണ്. ഈ പാനിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി. മീൻ ഇടുന്നു. ഈ പലതരത്തിലുള്ള അരപ്പുകൾ ഉപയോഗിച്ച് മീൻ വറക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.